ഇത് പിടിയാനല്ല, 5 കാലുണ്ട്. 5 കാലുള്ള ആനയാണ് ഗൈസ്. അത് കാണിച്ചോണ്ടായിരുന്നു നമ്മൾ നിന്നത്. അതിപ്പോഴാണ് ശ്രദ്ധിച്ചത്. പോലെ പൊളിച്ച് സുഖല്ലേ? മണ്ണൊക്കെ വാരി ഇട്ടിട്ട് ആന ഓട്ടോ ഞങ്ങൾ അവരവിടെ നിർത്തി കൊടുക്കുന്നുണ്ടോ നോക്കിയേ. ഞങ്ങൾ തിരിച്ച് നമ്മുടെ ഹോട്ടലിൽ വന്ന് നമ്മൾ ബാഗൊക്കെ എടുത്ത് വണ്ടിക്കകത്ത് കയറ്റി. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് പോകുമ്പം ബാഗ് ഒരു പ്രശ്നമാണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഹോട്ടലിൽ വെച്ചിട്ട് നമുക്ക് സാധനം കാണാൻ പോയത്. അപ്പോൾ നവീഗോ ഇന്ന് നമ്മളിപ്പോൾ കുന്നും മലയൊക്കെ ഒഴിവാക്കി ഇനിയിപ്പോൾ നമ്മൾ കടൽ തീരത്തേക്ക് പോവുകയാണ്. ഇനി ആനകളെ കാണാൻ വേണ്ടി അതായത് റോഡിലൂടെ ആന പോകുന്ന ഒരു റൂട്ടുണ്ട്. ആ റൂട്ടിലേക്കാണ് പോകുന്നത്. നമ്മൾ ആന പാറും. ആന പാറിക്കണ്ടേ? പാറിക്കണം. ആന പാറിപ്പിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ഇന്നലെ മുതൽ ഇറങ്ങാൻ തുടങ്ങിയതാണ്. നമ്മൾ 7000 അടി ഉയരത്തിലായിരുന്നു ഇന്നലെ. നമ്മൾ ആ 7000 അടി ഉയരത്തിൽ നിന്ന് നമ്മളിങ്ങനെ താഴേക്ക് ഇറങ്ങിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ മുതൽ ഇറങ്ങാൻ തുടങ്ങിയതാണ്. ഇതുവരെ ഇറങ്ങി അവിടെ എത്തിയിട്ടില്ല. ഇന്നും നമ്മളെ ഇറക്കം തന്നെ ആയിരിക്കും. ചൂടെടുത്ത് തുടങ്ങി. നിങ്ങൾ വന്ന ദിവസത്തെ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ. ഇത് ഓക്കെ, ഇത് കണ്ടോ, ലെഫ്റ്റിൽ കണ്ടോ, അഗാധമായ ഗർത്തങ്ങളാണ് ഗൈസ്, കൊക്കയാണ് ഗൈസ്. കണ്ടോ, ആ കൊക്കയ്ക്ക് സമീപമുള്ള വഴിയിലൂടെ നമ്മൾ താഴേക്ക് ഇറങ്ങിയാണ്. ഇത് ശരിക്കും ഇപ്പോൾ കോട്ടയം കുമളി ഹൈവേയിലൂടെ വണ്ടി ഓടിച്ച് പോകുന്ന പോലത്തെ ഒരു ഫീലാണ്. കോട്ടയം കുമളി ഹൈവേയിലൂടെ പോകുന്ന പോലെ തന്നെയുണ്ട്. നമ്മളെ പോകുന്ന വഴിക്ക് നമ്മുടെ വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ് പോലത്തെ ഒരു സ്ഥലം കണ്ട് അവിടെ നിർത്തിയാണ്. ശരിക്കും അതേപോലെ തന്നെയുള്ള വളഞ്ഞങ്ങാനം ഫോൾസ് പോലത്തെ ഒരു സ്ഥലം കോട്ടയം കുമളി റോഡിൽ കൂടെ തന്നെ പോകുന്ന പോലെ ഉണ്ട്. അവിടെ മുമ്പിൽ വളഞ്ഞങ്ങാനം വാട്ടർഫോൾ. ആകെയുള്ളൊരു വ്യത്യാസം, വളഞ്ഞങ്ങാനത്ത് സായിപ്പന്മാരും മദാമ്മമാരും വന്ന് ബിക്കിനി ഇട്ട് ചാടൂല. ഇവിടെ ബിക്കിനി ഇട്ട് ആൾക്കാർ കുളിക്കാൻ നിൽപ്പുണ്ട്. അതാണ് ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇവിടെ ഇസ് ദിസ് സ്വീറ്റ്? Sour mango. Okay. Oh, like this? No. Sour mango. Okay. No, is it like this? No. Okay, fine. No problem. പുളിയുള്ള മാംഗോ ആണെന്നാണ് പറഞ്ഞത്. നമ്മുടെ വണ്ടി സാധനങ്ങൾ ബാഗ് അവിടെ ഇരിക്കട്ടല്ലേ, ആരും കൊണ്ടുപോകത്തില്ലായിരിക്കും അല്ലേ? അതാണ് പ്രശ്നം. കുരങ്ങൻ കൊണ്ടുപോകുന്ന വല്ലതും ഉണ്ടോ അതിനകത്ത്? മോൻ ഇത് കിടിലം വെള്ളച്ചാട്ടം കേട്ടോ. എൻ്റെ ദൈവമേ, ഒരു രക്ഷയില്ല. ഇതൊന്നടേ ഇത് എൻ്റെ അമ്മ, അങ്ങ് മേളിൽ നിന്ന് വരുന്നൊരു വെള്ളച്ചാട്ടം. മേളിൽ നിന്ന് പറഞ്ഞാൽ അങ്ങ് മേളിൽ നിന്ന്, മലയുടെ മേളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന രീതിയിലുള്ളൊരു വെള്ളച്ചാട്ടം. പൊളി. ആൾക്കാർ അവരുടെ പ്രായമൊക്കെ എടുത്ത് വെച്ച് ഇവിടെ അത് കാണാനായിട്ട് വ്യക്തമായിട്ടൊരു ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആൾക്കാർ അതിനകത്തൂടെ ഇറങ്ങി അപ്പുറത്ത് കുളിക്കാനൊക്കെ മറ്റുമൊക്കെ പോകുന്നുണ്ട്. നമ്മളെപ്പോലുള്ള ആൾക്കാർ വന്ന് കണ്ടിട്ട് പോവും. സായിപ്പും മദാമയും വന്നാൽ അവരവിടെ പോയി കുളിക്കും. അതാണ് അവിടുത്തെ പരിപാടി എന്ന് പറയുന്നത്. മാൻ, ദിസ് ഈസ് റിയലി ഗുഡ് മാൻ. ദിസ് ബിഗ്. ഇത്ര ടോപ്പിൽ നിന്ന് വരുന്നതെന്നറിയോ? രാവണ വാട്ടർഫോൾ എന്നാണ് ഇതിൻ്റെ പേര്. ഈ മലമുകളിൽ നിന്ന് വലിയ രീതിയിൽ വെള്ളം ഇറങ്ങി വരുന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് രാവണ വാട്ടർഫോൾ. നിങ്ങൾ പണ്ടൊരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. പണ്ട് കുറച്ച് ഫോറിനേഴ്സ് ബിക്കിനി ഇട്ടിട്ട്, അതായത് ഒരു ലേഡി ബിക്കിനിയും പിന്നെ പുരുഷൻ കൂടെ ഉണ്ടായിരുന്നവർ അണ്ടർവെയറാണ് ഇട്ടിരിക്കുന്നത്. അത് അവരുടെ സ്വിമ്മിങ് കോസ്റ്റ്യൂമാണ്. അതിട്ടിട്ട് നമ്മുടെ വാരണസിയിലോ മറ്റോ ആണെന്ന് തോന്നുന്നു, അവിടെ ഗംഗാ നദിയിൽ ഇറങ്ങി കുളിക്കുന്ന ഒരു സമയത്ത് അവിടുത്തെ ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെടാതിട്ട് അവരെ അസഭ്യം പറഞ്ഞ് അവരെ അവിടെ നിന്നും വൃത്തികേട് കാണിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഓടിച്ചു വിടുന്ന ഒരു ക്ലിപ്പ് ഭയങ്കര വൈറലായിരുന്നു. വാരണസി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും ബിക്കിനി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു മോശം വസ്ത്രമാകുന്നതെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. നമ്മുടെ ആൾക്കാർ അണ്ടർവെയർ ഇട്ട് അവിടെ കുളിക്കും. നമ്മുടെ നോർത്ത് ഇന്ത്യൻസ് അവിടെ പോയി കഴിഞ്ഞാൽ അണ്ടർവെയർ ഇട്ടിട്ട്, അതായത് അത് മറ്റേ കാലുള്ള ഷഡ്ഡിയല്ല, കാലില്ലാത്ത ഷഡ്ഡി വരെ ഇട്ട് ആൾക്കാർ അവിടെ കുളിക്കുന്ന കാണാം, ആണുങ്ങൾ. അപ്പോൾ അതിനൊന്നും ഒരു പ്രശ്നമില്ല. അത് നേരെ മോശമാണ്. ശരിക്കും നമ്മൾ ഒരു ജലാശയത്തിലോ ബീച്ചിലൊക്കെ ഇറങ്ങി കുളിക്കുമ്പോഴത്തേക്കിനും അതിന് പ്രോപ്പർ സ്വിമ്മിങ് അറ്റയർ ഉണ്ട്. അതിട്ടിട്ട് വേണം ഇറങ്ങി കുളിക്കാൻ. അല്ലാതെ തുണി കൊടുത്തിട്ട് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങരുത്. അതൊക്കെ ശരിക്കും നോട്ട് ഗുഡ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ ചെയ്യാത്തൊരു കാര്യം വേറൊരു നാട്ടുകാരൻ വന്ന് ചെയ്യുമ്പോഴത്തേക്കിനും അത് പ്രശ്നമാണ്. അതേസമയം നമ്മുടെ നാട്ടിൽ കുളിക്കുന്ന പോലെ നമ്മൾ മറ്റൊരു നാട്ടിൽ പോയി കുളിക്കുമ്പം അതും പ്രശ്നമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഓസ്ട്രേലിയയിലെ ന്യൂസിലൻഡിലെ ഏതോ ഒരു പൂളിനകത്ത് ഒരു ഇന്ത്യക്കാരൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇറങ്ങി കുളിക്കുന്നത് സിവിക് സെൻസിൻ്റെ പ്രശ്നമാണ് എന്നും പറഞ്ഞുകൊണ്ട് വൈറലായിരുന്നു ഒരു ക്ലിപ്പ്. അതും പ്രശ്നമാണ്. നമ്മുടെ നാട്ടിൽ കുളിക്കുന്ന പോലെ നദിയിലിറങ്ങി അല്ലെങ്കിൽ പൂളിലിറങ്ങി സോപ്പിട്ടൊന്നും ആരും കുളിക്കില്ല. നമ്മുടെ നാട്ടിൽ നമ്മളങ്ങനെ ചെയ്യും, നദിയിലിറങ്ങി സോപ്പിട്ട് കുളിക്കും. മറ്റുള്ള നാട്ടിൽ അങ്ങനെ ചെയ്യില്ല, സോപ്പിട്ട് നദി കുളിക്കില്ല ആരും. അപ്പോൾ അതൊക്കെ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത് മറ്റു സ്ഥലത്ത് റോങ്ങും, മറ്റു സ്ഥലത്ത് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ റോങ്ങും ആവും. ഇതാണ് അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്.
ഓ മാൻ, സഹീർ ഭായി അവിടെ പോയിരിക്കുകയാണ്. സഹീർ ഭായി അവിടെ പോയി വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ഒന്ന് സെൽഫി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനിവിടെ ഓട്ടോറിക്ഷ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. കാരണം ഓട്ടോറിക്ഷയിൽ നമ്മുടെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ലായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് പോയി സെൽഫി എടുക്കുന്നുണ്ടല്ലോ. സെൽഫി എടുത്തു ഗൈസ്, അവിടെ 2-3 ചൈനക്കാരുണ്ടായിരുന്നു. അവരെ കണ്ടിട്ട് ഈ പുള്ളി നൈസായിട്ട് പോയതാ. അതിന്റെ മിണ്ടിയോ? ഞാൻ ആരോടും അവിടെ ചൈനക്കാർ നിൽക്കുന്നതിന് പോയല്ലോ നിങ്ങള്? പിന്നെ ഞാൻ കുളിക്കാൻ പറ്റുമോ നോക്കിയതാ. എന്റെ കുളിച്ചില്ലേ? ഡ്രസ് എവിടെ നിന്ന് മാറും? അതിപ്പോ അത് നിക്കറിട്ട് വിളിക്കണം. അല്ല, പിന്നെ വണ്ടി കയറേണ്ടത്. ആ വണ്ടി കയറി വെറുതെ ഇരുന്നാ മതി, ഉണങ്ങും. ചൂടല്ലേ? കുളിക്കാൻ പോവാ. പക്ഷെ ഈ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും? നിങ്ങളുടെ പെട്ടി സാധനങ്ങള് അത് ഈ പുള്ളിക്കാരി ഏൽപ്പിച്ചിട്ട് പോയാലോ? ഡ്രസ് എന്ത് ചെയ്യും? അത് നമുക്ക് വണ്ടിക്കകത്ത് കയറി ഇരുന്നാൽ മതി, ഉണങ്ങിക്കൊള്ളു തന്നെ. പോയാലോ? വേണോ? വേണ്ട, അടുത്ത വെള്ളച്ചാട്ടത്തേക്ക് കയറാം. വാ. നമുക്ക് ഇന്ധനം വേണ്ടേ? ഹായ്, any fuel station here? Fuel station. Petrol. Oh, Vella town. Okay, fine. Oh, you're also tuk-tuk? Yeah. Where are you from? Holland? Yes. Oh, nice to meet you. Netherlands? Netherlands, yes. I like your football team. Football team? Yes. Good. Where are you from? we are from Kerala, India. India? Yeah. Okay. Very near to Sri Lanka. Also holiday? Yeah, we are just roaming around. Okay, nice. And for how long? I'm here for 15 days. 15 days. Yeah. Good. Where are you heading to? It's nice. Are we going to south somewhere? We are not sure. Okay, I am actually going to Kataran. What is the name? Okay. Give me the phone. Yala National Park, you know that? Yala? Somebody told me that if you go there, you can see elephants on the road. Okay. So the place name is like Katragama. Katragama, right? Putala Katragama. Yes. You need to go this way. Buttala Yeah. and Katragama road. So if you go that road, you can see elephants on the road. Today. Oh, I said. I'm actually going towards Katragama today. Okay. Yeah. Try that. Maybe we'll do it. Try that. Are you alone? No, with my confidence. Enjoy, man. Enjoy. Good See you. holiday. Yeah, bye. Bye. നെതർലാൻഡ്സിൽ നിന്ന് വന്ന് പുള്ളിയുടെ ഗേൾഫ്രണ്ടുമായിട്ട് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓട്ടോയിൽ നമ്മളെ പോലെ തന്നെ ടുക്ടുക്കൊക്കെ എടുത്തിട്ട്. അപ്പോൾ അവരും ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ലാണ്ട് ട്രാവൽ ചെയ്യുക. ഞങ്ങൾക്കും ഇന്ന് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ല. പക്ഷേ ഇങ്ങനെ ഇറങ്ങിയപ്പോഴാണ് ഒരാൾ പറഞ്ഞത് ഈ വഴിക്ക് പോയാൽ ആനെ കാണുമെന്ന്. നമ്മൾ പെണ്ണിനെ പ്രേമിച്ചതിന് പകരം യാത്രയെ പ്രേമിച്ച 2 ആൺമക്കളാണ് സുഹൃത്തുക്കളെ ഞങ്ങൾ. ആൺകുട്ടികളാണ് സുഹൃത്തുക്കളെ ഞങ്ങൾ. അവര് ഹോളിഡേക്ക് വന്നാണ്. നമ്മൾ ഹോളിഡേ അല്ലേ? നമ്മക്കൊന്ന് ഹോളിഡേ അല്ലേ? നമ്മള് വർക്ക് ഹോളിഡേ അല്ലേ? വീട്ടിലല്ല, അവര് ഹോളിഡേ, നമ്മൾ ഹോളിഡേ. ആര് ചോദിച്ചല്ലോ നിങ്ങൾ ഹോളിഡേക്ക് വന്നാണോ? അങ്ങനൊന്നുമില്ല, നമുക്ക് അങ്ങനൊന്നുമില്ല. ശരിക്കും ഈ ഹോളിഡേയും വെക്കേഷനും രണ്ടാ. നിങ്ങൾക്ക് അതിന്റെ അർത്ഥം അറിയാമെങ്കിൽ കമന്റ് ചെയ്യും. അങ്ങനെ പെട്രോൾ പമ്പ് കിട്ടി. ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഡെയിലി ഒരു 300 രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ 2 ദിവസമൊക്കെ ഓടും ചിലപ്പോൾ. അതൊക്കെയാണ് എൻ്റെ ഒരു ഗുണം. ഭയങ്കര മൈലേജുമാണ്. പിന്നെ പെട്രോളിന് ഇവിടെ റേറ്റും കുറവാണ്. നമ്മളിപ്പോൾ വലവായ എന്ന് പറഞ്ഞൊരു ചെറിയൊരു ടൗണെത്തി. ഞങ്ങൾ ആ എല്ലേന്ന് വിട്ടിട്ട് ഒരു 10-25 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഒരു പെട്രോൾ പമ്പ് കിട്ടിയത്. എന്തായാലും ഓൾമോസ്റ്റ് തീരാറായിരിക്കുകയായിരുന്നു. ഇവിടുന്ന് പെട്രോൾ അടിച്ചു. ഇനി നമ്മൾ ഏതോ ഒരു നാഷണൽ പാർക്കിൻ്റെ ഉള്ളിലൂടെ ഉള്ള വഴിയിലൂടെ ഒക്കെ പോകാനുള്ള പരിപാടിയൊക്കെയാണ്. എന്താണെന്നൊന്നും അറിയില്ല. വി ഹാവ് ടു സീ. നമ്മൾ ആദ്യമായിട്ടാണ് ഈ വഴിക്കൊക്കെ, ഒരു ഐഡിയ ഇല്ല. നമുക്ക് ചോദിച്ചു പോകാം. നമ്മൾ ഇനിയിപ്പം ആനകൾ ഭയങ്കരമായിട്ടുള്ള ഒരു ഏരിയയിലേക്ക് പോവുകയാണ്. ഇവിടെ ഇപ്പോൾ ഓൾറെഡി അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ ആനകളുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സൈൻ ബോർഡുകളൊക്കെ കണ്ടു. പിന്നെ മറ്റേ കമ്പി വേലികളും ഇലക്ട്രിക് ഫെൻസുകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം. ഈ ഇപ്പുറത്തെ തേക്കിൻ കാട് പോലെ എന്തോ ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. അങ്ങനെ പല സംഭവങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ റോഡിലൊക്കെ നമുക്ക് കാണാം ആനകളുണ്ട്, ശ്രദ്ധിക്കുക, ഉണ്ടോ, ആനകൾ കൂട്ടമായിട്ടുണ്ട്, ശ്രദ്ധിക്കുക എന്നൊക്കെ പറഞ്ഞുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് ഏതോ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറും. അതെങ്ങനെയാണ് പരിപാടി എന്ന് അറിയില്ല. ലെറ്റ്സ് സീ. അങ്ങനെ കാട്ടിൽ കയറുന്നതിന് മുമ്പ് ഉച്ചഭക്ഷണം കഴിക്കാമെന്ന് തീരുമാനിച്ചു. ഒരു കടയിൽ വണ്ടി നിർത്തി. ഒരു തട്ടുകട പോലത്തെ സെറ്റപ്പാണ്. വെച്ചാൽ നല്ല ഇവിടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുക. ഇത് ഇവരുടെ ഉഴുന്നുവട, പിന്നെ ഇവരുടെ പരിപ്പുവട, പിന്നെ ഇതൊക്കെ പലതരത്തിലുള്ള റൊട്ടി പോലത്തെ സാധനങ്ങളൊക്കെയാണ്. പിന്നെ ഇടിയപ്പം ഉണ്ട്. ഇവരുടെ ഈ സ്ട്രിങ് ഓപ്പേഴ്സ് എല്ലാ സ്ഥലങ്ങളിലും കിട്ടും. നമുക്കിപ്പോൾ ചോറ് കഴിക്കാം. സോ can you give me one fish curry and rice? Yeah, so this fish curry, right? Fish curry, chicken. Yeah, fish curry? No. No fish curry? No.
ആ ഓക്കെ. എനിക്ക് ഫിഷ് കറി വേണം. ഫിഷ് കറി ഇല്ല അവിടെ, അപ്പോൾ നമുക്ക് വേറെ കട ഇപ്പോൾ. ഇവിടെ കണ്ടോ ബൊഫയാണ്. ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എടുക്കാം, ബില്ല് ചെയ്യാം, കഴിക്കാം. അങ്ങനെയാണ് പരിപാടി. ഇവിടെ കണ്ടോ എന്തൊക്കെ സാധനങ്ങളാണ് വെച്ചിരിക്കുന്നതായിരിക്കും. നമ്മൾ പ്ലേറ്റ് എടുക്കുക, എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ എടുക്കുക. ഇത് ഇവരുടെ വൈറ്റ് റൈസ്, ഇത് ഇവരുടെ ബോയിൽഡ് റൈസ്, പിന്നെ പരിപ്പ്, മോരുകറി, പിന്നെ ഇത് തക്കാളിയുടെ ഒരു സാധനം, ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടി, പിന്നെ വെണ്ടയ്ക്ക മെഴുക്കുരട്ടി, പിന്നെ ഇത് ഇവരുടെ ഇല, പിന്നെ പപ്പടം. അങ്ങനെ നമ്മൾ ബൊഫയിൽ നിന്നും ഫിഷ് കറി, ഇതാണ് ഫിഷ് കറി, തേങ്ങ അരച്ച ഫിഷ് കറിയാണ് ഇവരുടെ ഫുഡ്. പിന്നെ ഇത് ട്യൂണ വറുത്തത്, എല്ലാം കൂടെ എടുത്ത് ശരിക്കും നമ്മുടെ നാട്ടിലെ പോലത്തെ തന്നെ സിമിലർ ഫുഡാണ് ഇവിടെയും. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. സെയിം. തമിഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴല്ല, നമ്മുടെ ഫുഡാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, ഇത് ഡിഫറെൻ്റ് ആണ്, പക്ഷേ പോളി ഫുഡാണ്, നമുക്ക് ഇഷ്ടപ്പെടും. പോളിയല്ലേ. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നമ്മളിപ്പോൾ കട്രഗാമ എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഏതോ ഒരു കാനന പാതയിലേക്ക് കയറും. നമ്മളിപ്പോൾ ശരിക്കും മലയെല്ലാം ഇറങ്ങി വന്ന് 7000 അടി ഉയരത്തിൽ നിന്ന് നമ്മളിപ്പോൾ സീ ലെവലിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. നല്ല കൊടും ചൂടായിട്ടുണ്ട്. ഇപ്പോൾ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺബേൺ അടിക്കുന്ന രീതിയിൽ അത്ര നല്ല ചൂടായിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഈ ചൂടത്താണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം ആനകളെ കാണും. ആന എൻകൗണ്ടറാണ് നമ്മുടെ ഉദ്ദേശം. ലെറ്റ്സ് സീ എങ്ങനെയാണ് പരിപാടി എന്നറിയില്ല, നോക്കട്ടെ. ഈ ഭാഗത്ത് നല്ല നെൽകൃഷിയുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ നെല്ല് ഇവർ റോഡിൻ്റെ സൈഡിൽ, ഇത് കണ്ട റോഡിൻ്റെ സൈഡിലിട്ട് ഉണക്കുന്ന കണ്ടില്ലേ. നമ്മൾ നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്കിനും അതിലൂടെ ഹൈവേയിൽ പോലും നമുക്ക് കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണത്. നെല്ല് ഗോതമ്പൊക്കെ അവരിങ്ങനെ റോഡിൻ്റെ സൈഡിലിട്ട് ഉണക്കും. ഇത് നെല്ലാണോ ഗോതമ്പാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വണ്ടി നിർത്തി നോക്കണം, എന്നാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. രണ്ടുപേരും ഒരേപോലെയൊക്കെ തന്നെ ഉള്ളത്. റോഡിൻ്റെ സൈഡിൽ മൊത്തം ഇവർ ഈ നെല്ല് ഇങ്ങനെ ഉണക്കാനിട്ടിട്ടേ അങ്ങനത്തെ പരിപാടികളാണ് മൊത്തം. എല്ലായിടത്തും തന്നെയാണ് കണ്ടില്ല. ഗ്രാമങ്ങളിലൂടെ പോകുന്ന അശോക് ലെല്ലൻ്റെ ലൈറ്റൊക്കെ ഇട്ടത് എന്തോന്നണ്ടേ ഇത്? പുലിക്കുട്ടിയാ. കഴിഞ്ഞൊരു 10 കിലോമീറ്റർ ആടിയാ കാണുന്നത് തന്നെയാണ്. എല്ലാവരും നെല്ല് റോഡിൽ ഉണക്കാനിട്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് റോഡിൻ്റെ പകുതി മൊത്തം നെല്ല് ഉണക്കാനിട്ടിരിക്കുകയാണ്. ഇത് ഇവിടെ ഒരു ബുദ്ധക്ഷേത്രം കാണാം, കണ്ടോ? ബുദ്ധക്ഷേത്രം, ബുദ്ധസ്തൂപം. പക്ഷേ നമുക്ക് ടിബറ്റൻ ഫ്ലാഗ് പോലത്തെ സംഭവങ്ങളൊന്നും ഇവിടെ ശ്രീലങ്കയിൽ കാണാൻ പറ്റില്ല. ബുദ്ധക്ഷേത്രം ഇഷ്ടം പോലെ ഉണ്ട്. സത്യം പറഞ്ഞാണല്ലോ, ആ കുന്നുമല ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിനുണ്ടല്ലോ ഈ വണ്ടി ഓടിക്കാൻ ഭയങ്കര സുഖം, ഭയങ്കര സുഖം. ഇന്നലെയൊക്കെ ഇങ്ങനെ മുറുക്കി ആക്സിലേറ്ററെ മുറുക്കി പിടിച്ചാ കൊടുത്തോണ്ടിരുന്ന, കാരണം കയറി പോകണ്ടേ. ഇന്ന് നല്ല റോഡുമാണ്. പിന്നെ ഹാൻഡ് ബ്രേക്ക് ഇട്ട് ഓടിച്ചു കേസ് ഇന്നലെ ഒരു 10-30 കിലോമീറ്റർ. അറിഞ്ഞില്ല, ഹാൻഡ് ബ്രേക്ക് ഇട്ടാ ഓടിച്ചത് കുറേ ദൂരം. പക്ഷെ അതല്ല, മൊത്തത്തില് ഗേറ്റ കയറുമ്പോഴേക്കും ഇങ്ങനെ മുറുകി പിടിച്ച് ഇതിപ്പോ കയറണ്ടേ. ഇന്ന് ഭയങ്കര സുഖമാണ്. ഇത് കണ്ടോ, ചോളം കണ്ടോ, കോണ് എക്സ്പോർട്ടാണ്. ഈ സാധനമൊക്കെയാണ് നമ്മൾ പോപ്കോൺ ആയിട്ട് ഭാവിയിൽ കഴിക്കുന്നത് അല്ലേ? എക്സ്പോർട്ടിനുള്ള സാധനം ഈ റോഡിലിട്ട് ഉണക്കുന്നത് അല്ലേ? അത് പിന്നെ ക്ലീൻ ചെയ്യും. ഇതൊക്കെ റോഡിൽ കുറച്ച് മുമ്പ് പരിപ്പായിരുന്നു, അരിയായിരുന്നു, റൈസായിരുന്നു, ഇപ്പം കോണായി. ഇവിടെ ഇപ്പോൾ വലതുവശത്ത് അമ്പൽക്കുളമായി. അമ്പൽക്കുളമല്ല, പാടമാണ്. പാടം വെള്ളം കെട്ടി കിടക്കുകയാണ്. ലെഫ്റ്റ് സൈഡിലും വെള്ളം കെട്ടി കിടക്കുന്ന പാടമായി. ഇവർ എങ്ങനെയൊക്കെയാണോ ഇവിടെ ഇങ്ങനെ കാലാവസ്ഥ ഇങ്ങനെ മാറി വരുന്നതും ഭൂപ്രകൃതി മാറി വരുന്നതും. നോക്കി ഇതിപ്പോൾ വേണം എന്ത് ഭംഗിയാന്ന് നോക്കി. ഇത് അവിടെ ആൾക്കാർ കിടന്നുറങ്ങുന്നത്, വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് കിടന്നുറങ്ങുന്നത് എന്ത് രസമല്ലേ. ആന എവിടെ? ആന ഉണ്ടാവുന്ന പറഞ്ഞിട്ട് ആന ഉള്ള സ്ഥലമൊന്നും കാണുന്നില്ലല്ലോ. വേറെ ആന ചെറുതായി ഇവിടെ ആനപ്പൂട പോലും കാണുന്നില്ലല്ലോ. ഇവിടെ ഇടതുവശത്ത് കാടും അതേപോലെ തന്നെ മറ്റേ ഇലക്ട്രിക് ഫെൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ആനയുടെയൊക്കെ സ്ഥലം വന്നു തുടങ്ങിയെന്ന് വിചാരിക്കുന്നു, അറിയില്ല. കാടാണ് ഇടതുവശത്ത്. ഈ ആന വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലമാണ്. ഇത് ബ്രോ, അതല്ല. ഇതെന്താ സംബന്ധിച്ച് കിടങ്ങ് പണിതിരിക്കുക. അതായത് അപ്പുറത്തെ കാടായിരിക്കും, ഇവിടെ വീടും വീട്ടുകാരും സംഭവമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് ആന ഇങ്ങോട്ട് ചാടാതിരിക്കാൻ വേണ്ടി കിടങ്ങ് പണിതിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് വെള്ളമുണ്ട്, പിന്നെ ഈ ഇലക്ട്രിക് ഫെൻസിങ്ങും കൊടുത്തിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ സംഭവം. അപ്പോൾ യെസ്, കുറേ സാധനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. സ്റ്റോപ്പിംഗ് വെഹിക്കിൾസ്, ഗെറ്റിംഗ് ഡൗൺ ഫ്രം ബ്ലാ ബ്ലാ ബ്ലാ, വെഹിക്കിൾ ചെക്ക് പോയിന്റ്, ഇവിടെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. പോവാം. നമ്മുടെ നാട്ടിലെ ചെക്ക് പോസ്റ്റ് ഏകദേശം ഇതേപോലെയൊക്കെ തന്നെ. നമ്മൾ മുത്തങ്ങ വനത്തിലേക്ക് കയറത്തില്ലേ, അതേപോലത്തെ ഒരു സെറ്റപ്പാണ് ഇത് കേട്ടോ. അതേ കാട്ടിലൂടെ വരുന്ന KSRTC ബസ്. അങ്ങനെ നമ്മൾ വനത്തിൽ കയറി. ഇനി നമുക്ക് ആനകളെ കാണാം എന്ന് വിചാരിക്കാം. ഇവിടെ വരുന്ന വഴിക്ക് ഒരു സ്ഥലം കണ്ടു. അപ്പോൾ അവിടെ സഫാരി ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം ഇവിടെ എന്തോ പരിപാടി ഉണ്ട്. അപ്പോൾ നമുക്ക് അവരോടൊന്ന് ചോദിക്കാം. ഹായ്, do you have any safari here? Yes, sir. Maybe you can buy the safari jeeps from the outside. So how much it will cost?
Oh, the ticket and all things, the safari vehicles and all the like 35,000. 35,000. Okay. 35,000 rupees. ഓക്കെ, ഇതാണ് ആക്ച്വലി സ്ഥലം, യുഹ്നു യല നാഷണൽ പാർക്ക്. ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ ലെപ്പാട്, ആന, അങ്ങനെയുള്ള സാധനങ്ങൾ, കരടി, അങ്ങനെയുള്ള സാധനങ്ങളെയൊക്കെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്യാരണ്ടി ഇല്ല. പക്ഷേ വേണമെങ്കിൽ പോയി ട്രൈ ചെയ്യാം എന്നുള്ളതാണ് അവരുടെ പരിപാടി. നല്ല എക്സ്പെൻസീവ് ആണ്, ഏകദേശം 10-35,000 രൂപ വരും ഇവിടുത്തെ എന്ന് പറയുമ്പോഴത്തേക്കിനും. 10,000 ആണോ? ഇവരുടെ 10,000 ഏകദേശം 10-12,000 രൂപ വരും. നമ്മുടെ നാഗർഹോളയും മന്ദിപുരമൊക്കെ പോയി കഴിഞ്ഞാൽ ചെറിയ പൈസയ്ക്ക് നമുക്ക് ഇതിനകത്ത് കയറി കാണത്തില്ല അല്ലേ? ഒരു ജീപ്പ് എടുത്താൽ പോലും 3,500-4,000 രൂപ വരുള്ളൂ. ഇവിടെ ഒരു ആർമി ക്യാമ്പ് ഉണ്ടായിരുന്നേ, നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ്. ഈ ആർമി ക്യാമ്പിന്റെ പല സ്ഥലങ്ങളിലും അമ്പലങ്ങളും പിന്നെ ബുദ്ധക്ഷേത്രങ്ങളും അങ്ങനത്തെ ഒരു സെറ്റപ്പുകളൊക്കെ ഇല്ലേ, അതൊക്കെ ഇവിടെ ഉണ്ട്. ആനനെ കിട്ടി ഗൈസ്, ആനനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ അങ്ങനെ ആനനെ കണ്ടു ഗൈസ്. പേടിയാവുന്നത് കണ്ടത്. എന്താ ചെയ്യണ്ട? പിടിയാന ചെയ്തോളൂ ഗൈസ്. ആനനെ കണ്ടു ഗൈസ്. അങ്ങനെ അതാ റോഡിന് നടുവിൽ ആനക്കുട്ടിയല്ല, വലിയ ആന കേട്ടോ, നല്ല മിടുക്കി സുന്ദരി ആനക്കുട്ടി നിൽക്കുന്ന കേട്ടോ. അങ്ങനെ നമ്മുടെ ഓട്ടോറിക്ഷയിൽ നമ്മൾ ആനനെ കണ്ടിരിക്കുകയാണ്. തിരിച്ചു പോണോ? അറിയില്ല, தெரியாது. വളക്കാൻ പറ്റിയോ? വളയ്ക്കാനോ? ഇതിനെ വളയ്ക്കണോ? വണ്ടി വളച്ചാ മതി. ആന ഗൈസ്, ആന അടിപൊളി. എന്റെ അമ്മ, നമ്മൾ ആനനെ കണ്ടേ. ഒന്നുകൂടെ തിരിച്ചു പോയാലോ? വേണ്ട, ഇവിടെ നമുക്ക് ഒരു അവസരം തന്നാണ് മോനെ. അങ്ങനെ നമ്മുടെ ആനക്കുട്ടട്ടാ, അങ്ങനെ നമ്മൾ അതിനെ കണ്ടിരിക്കുകയാണ്. വിളിച്ച് എന്താ വേണ്ട, ഇനി ഒന്നും വേണ്ട, അടിപൊളി. അങ്ങനെ നമ്മൾ വീണ്ടും ആനയുടെ സൈഡിൽ കൂടെ തിരിച്ചു പോവാണ്. അടിപൊളി കേട്ടോ. അതായാലും ഭയങ്കര ഒരു സംഭവമായി പോയി. അതെ, ഇത് പിടിയാനേ അല്ല, ഇത് മറ്റേ മോഴയാണ്, മനസ്സിലായോ? ഇവിടെ അത് പിടിയാനല്ല, അതാണെന്നുള്ളതിന്റെ എല്ലാ സംഭവങ്ങളും കാണിച്ചുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. ഇവിടെയുള്ള പല ആനകളും കൊമ്പില്ലാത്ത ആനകൾ, അല്ലെങ്കിൽ വളരെ കുഞ്ഞു കൊമ്പുള്ള ആനകളുണ്ട് ഇഷ്ടംപോലെ. അങ്ങനത്തെ മോഴ ആനകളോ അങ്ങനത്തെ അതിന് പറയുന്നത്, അങ്ങനത്തെ കുറച്ച് ആനകൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് ശ്രീലങ്കയിൽ. അപ്പോൾ അത് 5 കാലുള്ള ആനയാണ് ഗൈസ്. അത് കാണിച്ചോണ്ടായിരുന്നു നമ്മൾ നിന്നത്. അതിപ്പോഴാണ് ശ്രദ്ധിച്ചത്. അകത്തുണ്ട് കണ്ട കലമാൻ, നമ്മുടെ നാട്ടിലുള്ള പോലത്തെ കലമാൻ. ഇത് പേടിയുള്ള കൂട്ടത്തില്. നമ്മളെ കാണുമ്പോഴത്തേക്കിനും ഇവൻ ഓടി മാറും. കണ്ടോ നോക്കി, അവിടെ ഒരു 3 ആളുണ്ട്. ഗൈസ് അതാ വീണ്ടും ആരാ, ഒരേ വിളിച്ച്. അവനിപ്പോ റോഡിലല്ല, അവൻ കുറച്ചങ്ങോട്ട് മാറിയാ നിൽക്കുന്നത്. അടിപൊളി. ഇത് കൊറേ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് വരത്തില്ല. അവൻ വന്നാൽ അവൻ മേളിലോട്ട് കയറി കുറച്ച് ടൈം എടുക്കും. കണ്ടടോ, തിന്നോണ്ടിരിക്കുക, വമ്മം കഴിച്ചോണ്ടിരിക്കുക. അതൊക്കെ ഒരേ പൊളിച്ച്. സുഖല്ലേ? മണ്ണൊക്കെ വാരി ഇട്ടിട്ട് പൊളിച്ച്. അടിപൊളി. ധൈർഭായ് ഇറങ്ങി ചെല്ല്, പോയി റൂം കൊടുത്തിട്ടോ. അവനവിടെ കഴിച്ചോണ്ടിരിക്കുക. അടിപൊളി. ഒറ്റ ഓട്ടം വരുവാണെങ്കിൽ നമുക്ക് വണ്ടി പവറേഷ് വണ്ടിയല്ലേ, പറപ്പിച്ച് വിടാൻ പാപ്പാ. ഓ മാൻ, വീണ്ടും ആന. ആൾക്കാർ ഫുഡ് കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ, പഴമൊക്കെ എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നാ പറയുന്നത്. അതുകൊണ്ടാണ് ഈ ആനയൊക്കെ ഇവിടെ റോഡ് സൈഡിൽ നിൽക്കുന്നത്. കണ്ടോ നോക്കിയേ, അവരവിടെ നിർത്തി കൊടുക്കുന്നുണ്ടോ നോക്കിയേ. ഓ പൊളിച്ച് ആളാ, എന്തൊക്കെ പരിപാടിയല്ലേ. ഇന്ന് നമുക്ക് ഭയങ്കര ലക്കാട്ടോ. എന്തായാലും നമുക്ക് 2-3 ആനകളെ കണ്ടു. ഇന്നലെ നമുക്കൊരു ബാഡ് ഡേ ആയിരുന്നു, പക്ഷെ ഇന്ന് നമുക്ക് നല്ലൊരു ദിവസമാണ്. എന്തായാലും നല്ല പൊളിച്ച് ആ കാട്ടുവഴിയിലൂടെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ആനകളെ കണ്ടുകൊണ്ട് പോകാമെന്നുള്ളതാണ് ഈ വഴിയുടെ ഒരു മെയിൻ ഹൈലൈറ്റ്. ഈ റൂട്ടിന്റെ ഒരു ഹൈലൈറ്റ് ആണത്. എൻ്റെ ഇന്നത്തെ ദിവസം ധന്യമായി സുഹൃത്തുക്കളെ. ഇന്നലെ ഡ്രോണൊക്കെ പോയതിന്റെ വിഷമം ഇപ്പോഴാണ്, ആന കണ്ടപ്പോഴാണ് മാറിയത്. എന്നാലും ഭയങ്കര സന്തോഷമായി പോയി. ഞാൻ എക്സ്പെക്ട് ചെയ്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ റൂട്ടിൽ ഓട്ടോയും കൊണ്ട് പോകുന്ന എല്ലാ ആൾക്കാരുടെയും ബ്ലോഗ് ആർട്ടിക്കിളിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇഷ്ടംപോലെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതേപോലെ ചിലർ ഓട്ടോ അവിടെ ഇട്ടിട്ട് ഇറങ്ങിപ്പോയിട്ട് ആനയുടെ വണ്ടിയുടെ കൂടെ ഒന്ന് സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട് കണ്ടില്ലേ ഇതിനകത്ത്. അതായത് ഇഫ് യു ഫൈൻഡ് എ വൈൽഡ് എലിഫന്റ്, കീപ്പ് ഡിസ്റ്റൻസ് അറ്റ്ലീസ്റ്റ് 50 to 100 മീറ്റർ ആൻഡ് എൻജിൻ റൺ ചെയ്തിടണം.
എൻജിൻ ഓഫ് ആക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് വണ്ടിക്കകത്ത് പ്രത്യേകം എഴുതിയിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ. എന്താണ് വേണ്ടേ? എന്തുവാടാ വേണ്ടത് നിനക്ക്? ഞാനിവിടെ ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നോക്കണമല്ലോ. അപ്പോൾ നമ്മൾ കാട് കഴിഞ്ഞ് നാട്ടിലെത്തി. പിന്നെ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാതെ ഗൂഗിൾ മാപ്പ് എടുത്ത് തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഞാനിത്. എങ്ങോട്ടാണ് പോകണമെന്ന് നോക്കണ്ടേ. ഇവിടെ ഈ കാണുന്ന ഈ കുളം കണ്ടോ? ഇതിനകത്തേക്കൊന്നും ഇറങ്ങരുത്, ഇവിടെയൊക്കെ ക്രോക്കഡൈൽസ് ഉണ്ട് എന്ന് പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് നിറച്ച് മയിലുകളുണ്ട്. അവിടെ ഇഷ്ടംപോലെ മയിലൊക്കെ വെറുതെ സ്വൈര്യവിഹാരമാണ്. ഈ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ മയിലുകളുണ്ട്. അപ്പോൾ നമ്മൾ കാട് കഴിഞ്ഞ് നാട്ടിലിറങ്ങി. നമ്മളിപ്പോൾ യാല നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞിട്ട് ശ്രീലങ്കയിലെ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു നാഷണൽ പാർക്കിലാണ്. ഇത് കടൽ തീരവുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലത്താണ് ഈ യാല നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഈ യാല നാഷണൽ പാർക്കിൻ്റെ ഔട്ട്സ്കേർട്സിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഭാഗം കംപ്ലീറ്റ് നാഷണൽ പാർക്കിൻ്റെ ഏരിയ ആണ്. അതിന് ചുറ്റിനും ഇതേപോലെയുള്ള കുറേ കുളങ്ങളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മളിനിയിപ്പോൾ എങ്ങോട്ടാണെന്ന് അറിയത്തില്ല, അങ്ങനെ ജസ്റ്റ് മാപ്പിൽ ഇങ്ങനെ നോക്കി ഓരോരോ സ്ഥലങ്ങൾ സ്പോട്ട് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പോൾ 4 മണി ആയതേ ഉള്ളൂ. നമുക്കൊരു 6 മണി 7 മണി വരെയൊക്കെ നമുക്ക് ട്രാവൽ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. വാവ്, ബ്യൂട്ടിഫുൾ. ഇത് അവിടെ നദിയിൽ പിള്ളേരൊക്കെ കുളിക്കുന്നു താഴേനോ. നമ്മൾ വീണ്ടും നാഷണൽ പാർക്കിൻ്റെ ഏരിയയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ലെഫ്റ്റിൽ ഫെൻസൊക്കെ കാണാം. ലെപ്പാഡിൻ്റെയും ആനയുടെയും ഒക്കെ ചിത്രങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. വലതുവശത്ത് നമുക്ക് വീടുകളും നാട്ടാനകളും നാട്ടുമനുഷ്യരും പട്ടികളും ഇഷ്ടംപോലെ കുരങ്ങന്മാരും പശുക്കളും ഒക്കെ ഇഷ്ടംപോലെ കാണാൻ സാധിക്കുന്നുണ്ട്. ധാരാളം റിസോർട്ടുകളുണ്ട്, ഹോം സ്റ്റേകളുണ്ട്, ടെൻറ്റ് സ്റ്റേകളുണ്ട്, മറ്റനേകം പല പല താമസ സൗകര്യങ്ങളും പരിപാടികളുമുണ്ട്. ഇനി ഇതൊന്നും പോരാത്തതിന് അകത്ത് വനത്തിൽ കയറിയാൽ വനത്തിനുള്ളിൽ സർക്കാരിൻ്റെ വക താമസ സൗകര്യങ്ങൾ വേറെയുമുണ്ട്. ഇവിടെ ഇഷ്ടം പോലെ ബുദ്ധ പ്രതിമകളും ബുദ്ധൻ്റെ ക്ഷേത്രങ്ങളും. ഇത് കൊള്ളാമല്ലോ, അടിപൊളി, കൊള്ളാമല്ലേ? ഇതുപോലത്തെ കുറേ സംഭവങ്ങൾ നമുക്ക് കാട്ടിനുള്ളിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ബുദ്ധക്ഷേത്രങ്ങൾ മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതുപോലെയുള്ള ചെറിയ അമ്പലങ്ങളും കാണാം. ഇതൊരു ഗണപതിയുടെ ക്ഷേത്രം, ചെറിയൊരു അമ്പലം ഉള്ളല്ലോ. അല്ല, കാളി ഗണപതി കോവിൽ, അതാണ് സംഭവം. ഇതെന്ത് സാധനം? ഇത് ഉടുമ്പല്ലേ? എൻ്റെ അമ്മേ. ഓ, നമ്മളെ നാട്ടിലാണ് കറി വെച്ചിരിക്കും. ആണോ? ആര്? നാട്ടിൽ അകത്ത് കിടക്കും. ഇത് ഭയങ്കര വലുത്. റോഡ് കഴിഞ്ഞാ? സോറി, കണ്ടില്ല ഗൈസ്. കുഴി, ഇത്രയും വലിയ കുഴി അത് ഞാൻ കരുതിയില്ല. ഇത് റോഡ് കഴിഞ്ഞാ? ടിക്കറ്റ് ഒന്നും വേണമെന്ന് തോന്നുന്നില്ല. ചോദിച്ചു നോക്കാം. ഹായ്, വി ക്യാൻ ഗോ. ഓക്കെ, വരട്ടെ. കത്നാഗാവ് സാങ്ച്വറി എന്ന പരിപാടി. നമുക്ക് എങ്ങോട്ടാ നമ്മൾ പോകുന്നത്? സിത്തുൽപവ രാജമഹാവിഹാരിയ. സിത്തുൽപവ അങ്ങോട്ട് ഓഫ് റോഡാ. കത്തകമുവ സാങ്ച്വറി, അതായത് ഇത് നമ്മളിപ്പോ കയറാൻ പോകുന്ന ഫോറസ്റ്റാ. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ വണ്ടി പോവും. അപ്പൊ അവിടെ അകത്ത് നമുക്കൊരു ബുദ്ധൻ ക്ഷേത്രമുണ്ട്. അതിന്റെ പേരെന്തായിരുന്നു? അത് ഞാൻ ചോദിച്ചു. അങ്ങോട്ട് പോകാൻ ഉള്ളതാണ്. അത് സിത്തുൽപവ രാജമഹാവിഹാരിയ അങ്ങനൊരു സംഭവം. അവിടെ പോകാൻ പറ്റുമെന്നുള്ളതാണ് നോക്കുന്നത്. Okay, so we can't go? Only Sri Lankan. Only for Sri Lankan? Not for foreigners? No. You can go inside. Okay. And this road, you can go Yala National Park entrance. Yala National Park and Patagamu Safari entrance. Okay. And Situlpavu Temple. Okay. But Situlpavu Temple, this is a national park. Okay. A very security area. Okay. But Buddhist people only worship. Okay. Purpose only go. They go there. Okay. Temple. Oh, understand. And this time very dangerous. This time is dangerous. Okay, evening. Yeah. Okay. Evening time, elephants are coming to road. Oh. Some Sri Lankan people Okay. give some foods to elephants. Okay. Then They come every time. Yeah. Okay. They come. Their behaviors only. Okay, I understood. Yeah. Okay. So it's dangerous. Yeah. Okay. I can give permission for you to inside to Okay. my neighbor country. Okay. Okay. But this time not suitable for you go to temple, and you should go to 12 kilometers and speed limit 25. Okay. The road is like this, not good. Yeah. There's no road. Good. And 12 kilometer you want to go 12 kilometers and time half hours. Okay. And another back to half hours. 35. Okay. But this you can walk this temple around 10 minutes. No, you can't.
around 10 minutes. Oh, you need to go walk a lot to reach the temple. Yeah. Oh, okay, I understood. Okay. Temple is on the rock. On the rock. It takes time. Okay, I understood. Okay. So you're telling it's not good to go now. Okay. Okay. അപ്പോൾ നമുക്ക് എങ്ങനെ പോവാം? So we go back, right? You need to go back, right? This vehicle not suitable. Not suitable. I understood. താങ്ക് യു സോ മച്ച്. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും ബുദ്ധിമുട്ട് തന്നെ. എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? കാറാണെങ്കിൽ പ്രശ്നം ചെയ്യുന്നു. പ്രശ്നമില്ലായിരുന്നു എന്നാണ് പുള്ളി പറഞ്ഞത്. ഓക്കെ. പുള്ളി ഇവിടുത്തെ റേഞ്ചർ എങ്ങാണ്ടാ കേട്ടോ. പുള്ളി അകത്ത് ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് ഇറങ്ങി വന്നിട്ടാണ് പറഞ്ഞത്, നിനക്ക് പോകണമെങ്കിൽ ഞാൻ പെർമിഷനൊക്കെ തരാം, പക്ഷെ നീ പോയാൽ തിരിച്ചു വരുമൊന്നുമില്ല, ഗ്യാരണ്ടി ഒന്നുമില്ല. അത് ഈ വണ്ടി ആയതുകൊണ്ട് നീ പോകണമെങ്കിൽ അതെ. ആനകൾക്ക് ഈ വണ്ടി അത്ര ഇഷ്ടമല്ല. മറ്റേ സഫാരി വണ്ടിയാണ് കുഴപ്പമില്ല, അതുങ്ങൾ മൈൻഡ് ചെയ്യത്തില്ല. പക്ഷേ ഇത് കാണാത്ത വണ്ടിയായതുകൊണ്ട് ചിലപ്പോൾ ഇവിടുത്തെ ലോക്കൽസ് ആൾക്കാരൊക്കെ വന്ന് ഫുഡൊക്കെ കൊടുത്ത് ആനകളെ വെറുപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പോയിട്ടൊന്നും കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഇതാണ് അവസ്ഥ. അപ്പോൾ ഇതിങ്ങനെ ഇത്തരത്തിലുള്ളൊരു റോഡാണ്. അപ്പം നമുക്ക് പോകണ്ട, ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഈ ഇവിടുത്തെ റേഞ്ചർ പറഞ്ഞ അനുസരിച്ചിട്ട് ഒരു സ്ഥലം കണ്ടുപിടിച്ചായിരുന്നു, ഒരു ബീച്ചിനടുത്തുള്ള സ്ഥലം. അവിടെ ഞാൻ റൂം നോക്കിയിട്ട് ഒരു ഹോട്ടലിൽ വിളിച്ച റൂം അവർ ഓൺലൈൻ റേറ്റ് നോക്കിയപ്പോൾ 50,000 ശ്രീലങ്കൻ രൂപ. ഞാൻ നേരിട്ട് വിളിച്ചപ്പോൾ 30,000 പറഞ്ഞു. ഞാൻ ബാർഗെയിൻ ചെയ്ത് 25,000 ഉറപ്പിച്ചു, പകുതിക്ക് ഉറപ്പിച്ചു. ഇവിടുന്ന് 1 മണിക്കൂർ തിരിച്ചു പോകണം. നമുക്ക് തിരിച്ചല്ല, വേറെ വഴിക്ക് പോകണം. നമുക്ക് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇവര് സഫാരിക്ക് പോകുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ സഫാരിക്ക് പോകുന്ന 2-3 സ്ഥലങ്ങളുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് സഫാരി വണ്ടിയിൽ കയറി ഇതിനകത്ത് കയറണം എന്നുണ്ടെങ്കിൽ നമുക്ക് 10-20,000 രൂപ ചിലവാണ്. അപ്പോൾ ആ ചിലവ് ലാഭിക്കാൻ വേണ്ടിയാണ് ഇതിനകത്തുള്ള ഒരു മൊണാസ്ട്രി കാണാം എന്നുള്ള വ്യാജേന ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ പുള്ളിയും പറഞ്ഞു, ബുദ്ധിസ്റ്റ് ആൾക്കാരാണ് കൂടുതലും ആ മൊണാസ്ട്രികളിൽ പോകുന്നത്, പിന്നെ നീ അടുത്തുള്ള രാജ്യത്തു നിന്നുള്ള ആളായതുകൊണ്ട് ഞാൻ വിടാം എന്നൊക്കെ പറഞ്ഞാണ്. പക്ഷേ റിസ്ക് ആണ് എന്നുള്ളൊരു ഫാക്ടർ ഒഴിവാക്കി നമ്മൾ പോകുന്നില്ല. വീണ്ടും വന്നു കഴിച്ചു. ഇത് മൊത്തം ഉടുമ്പോട്ടോ ഇവിടെ. പക്ഷെ എൻ്റെ അമ്മോ, ഉടുമ്പ് മാത്രമല്ല, ഇവിടെ കുറെ കുരങ്ങന്മാരും ഉണ്ട്. ഞാനിപ്പോൾ കത്രകാമ്പ എന്ന് പറയുന്ന ഇവരുടെ ഒരു ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. കത്രകാമ്പ എന്ന് പറയുന്ന ടൗണ് ഈ യല നാഷണൽ പാർക്കിൻ്റെ സമീപത്തുള്ള അതിൻ്റെ ഒരു എൻട്രി പോയിന്റ് എന്നുള്ള പറയുന്ന രീതിയിലുള്ളൊരു ടൗണാണ്. ഇവിടെ ആക്ച്വലി ഈ ഭാഗത്ത് ഇഷ്ടംപോലെ ബുദ്ധിസ്റ്റ് ആളുകൾ ഉണ്ടെന്നുള്ളത് എനിക്ക് ഇവിടെ വന്നപ്പോൾ മനസ്സിലായി. കാരണം നമുക്ക് ഇഷ്ടംപോലെ ബുദ്ധ ക്ഷേത്രങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ഇവിടെ കാണാം. പിന്നെ പള്ളികളും ഉണ്ട് കേട്ടോ, ക്രിസ്ത്യൻ പള്ളികളും കുറച്ച് കണ്ടു ഞാൻ. കത്രകാമ്പ ഒരു ഭയങ്കര ഒരു യുണീക്ക് സ്ഥലമാണെന്ന് തോന്നുന്നു. യല നാഷണൽ പാർക്കൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് കത്രകാമ്പ ഈസ് എ നൈസ് ഓപ്ഷൻ, വെരി ഗുഡ് ഓപ്ഷൻ. ബീച്ച് സൈഡും കൂടിയാണ്, സീ സൈഡും കൂടിയാണ്. ഇവിടുന്ന് 30 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ബീച്ചായി. കത്രകാമ്പ എന്ന് പറഞ്ഞ സ്ഥലത്തെ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ ഇവിടെ എന്തോ ഒരു ലേക്ക് പോലത്തെ ഒരു സാധനം കണ്ടു, നോക്കാൻ വേണ്ടി നിർത്തി. ഇത് കത്രകാമ്പ ലേക്കാണിത്. പക്ഷേ ദിസ് ഈസ് നോട്ട് എന്താ പറയുക, ഇറ്റ്സ് നോട്ട് ഗുഡ്. എനിക്ക് തോന്നുന്നു ചിലപ്പം ഈ പറഞ്ഞ പോലെ ഫ്രഷ് വാട്ടർ ലേക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ എന്തെങ്കിലും ഈ വില്ലേജിൻ്റെ കുടിവെള്ളം ശേഖരിക്കുന്ന ലേക്ക് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. എന്തോ മോഡിഫിക്കേഷൻ, മോടി പിടിപ്പിക്കൽ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. കൊള്ളാം, നല്ല വെതറാട്ടോ. ആ പകലുണ്ടായിരുന്ന ആ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു, ഇപ്പം നല്ല കാറ്റുമായി. സൈർ ഭായ് എനിക്ക് വേണ്ടി വെള്ളം വാങ്ങിക്കാൻ പോയപ്പോൾ പരിപ്പോടെ വാങ്ങിച്ചു. നീലങ്ങൾ എൻ്റെ മനസ്സിലാക്കി എടുത്തു കള്ളൻ. എനിക്ക് പരിപ്പോടെ വേണം എന്നുള്ളത്. ഇത് ന്യൂട്രൽ വീടാവും, ഞാനെങ്ങനെ വണ്ടി ഓഫ് ആക്കുന്നു? ന്യൂട്രലാ. താങ്ക് യു. അതാണ്, എനിക്ക് പരിപ്പോടെ ഭയങ്കര ഇഷ്ടമാണ്. ഇതെന്താ ഇതിനകത്ത് കടലയോ? ഓ മൈ ഗോഡ്, അതൊക്കെ ഉണ്ടായിരുന്നേ പൊളി. ഇവിടെ പരിപ്പോടെ ഒഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കേട്ടോ. അത് കണ്ടോ, അങ്ങ് ദൂരെ ഒരു വലിയൊരു ബുദ്ധ സ്തൂപം കാണാം. നോക്കി, വലിയൊരു സ്തൂപം കേട്ടോ, അടിപൊളി. നമ്മുടെ ബീഹാറിൽ ഗയയിലൊക്കെ പോകുമ്പോഴത്തേക്കിനും നമുക്ക് ഇതുപോലെയുള്ള സ്തൂപങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് കൊള്ളാം. ആകാശത്തിൻ്റെ കളറും ഇതിൻ്റെ കളറും മാച്ച് ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവില്ല. പക്ഷെ എന്നാലും ദിസ് ഈസ് റിയലി ബിഗ്. ഇന്ന് നമ്മൾ ഏകദേശം ഒരു 150 കിലോമീറ്ററോളം വണ്ടി ഓടിച്ചു. പക്ഷേ നമുക്ക് ഇന്ന് വലിയ ക്ഷീണമില്ല. കാരണം നമ്മൾ ഇന്ന് കൂടുതലും പരന്ന സ്ഥലത്തൂടെയാണ് വണ്ടി ഓടിച്ചത്. നല്ല റോഡായിരുന്നു, മോശമില്ലാത്ത റോഡൊക്കെ ആയിരുന്നു. അതുകൊണ്ട് വലിയ ക്ഷീണവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മളിപ്പോൾ യൂസ്ഡ് ആയി. ഓ മൈ ഗോഡ്, ഇതിനകത്ത് മുതലുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, എഴുതി വെച്ചിട്ടില്ല. ഇത് നല്ല അടിപൊളി വേറെ ഒരു ലേക്ക്, നിറയെ അമ്പലമൊക്കെ ആയിട്ട് വലിയ ലേക്കാണ്. ഒരു 10 കിലോമീറ്ററോടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കടലായി. കടൽ തീരത്തിനടുത്താണ് ഈ ലേക്ക്. ആ ലേക്കിൻ്റെ സമീപത്തോടുള്ള ഒരു റോഡിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നൈസ് മാൻ. ചേർന്ന് കുളിക്കടമുണ്ട്, കുളിക്കടവ് അല്ല, ആൾക്കാർ കുളിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും പക്ഷെ ആൾക്കാരെ ബക്കറ്റിൽ വെള്ളം കോരിയാണ് കേട്ടോ കുളിക്കുന്നത്. ഇറങ്ങി മുങ്ങിയല്ല, ബക്കറ്റിൽ വെള്ളം കോരിയാണ് കുളിക്കുന്നത്. ചിലപ്പോൾ മുതലുണ്ടാവും, മുതലല്ല
വെള്ളം ആഴം ഉണ്ടാവും, അല്ലെങ്കിൽ ചെളി ഉണ്ടാവും. ഞങ്ങളങ്ങനെ കടൽ തീരത്തെത്തി. പക്ഷേ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ ഒരു വൈബ് കാണുന്നില്ല, മൊത്തം കാടാണ്. കടൽ തീരം മാത്രമേ ഉള്ളൂ. ഇത് കണ്ടില്ലേ, നമ്മൾ വന്നൊരു റിസോർട്ട് തുറപ്പിക്കുകയാണ്. ഇവിടെ കണ്ടില്ലേ നോക്കി, ഒരു റിസോർട്ട് തുറപ്പിച്ചിട്ട് നമ്മൾ കയറുക. വിളിച്ചില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ വീണ്ടും 5000 കുറയ്ക്കായിരുന്നു. അതെ അതെ, അങ്ങനെയല്ല. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു ഈച്ച പോലും ഇല്ലാത്ത സ്ഥലമാ, ഒരു ഈച്ച പോലും ഇല്ലാത്ത സ്ഥലമാണ്. ഇപ്പൊ നമുക്ക് ഇവിടെ 5000 കൂടെ പറഞ്ഞ് കുറയിപ്പിക്കായിരുന്നു. നമുക്ക് നോക്കാം. So the beach is just nearby. It's behind, right? Okay. So today you have no guest. Today, no, sir. Do we get food? Yeah. You have a restaurant? I will show you the spa menu and. Oh, you have restaurant also, right? Okay, nice. Okay. ഒരു റിസോർട്ട്, അടഞ്ഞു കിടന്ന റിസോർട്ട് ഞങ്ങൾ തുറന്ന് വന്നതാണ്. ഇന്ന് ഈ റിസോർട്ടിൽ ഞങ്ങൾ മാത്രമേ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഇതൊരു റെസ്റ്റോറൻറ്റ്, പിന്നെ ഇവിടെ റെസ്റ്റോറൻറ്റും പിന്നെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട്. സ്പാ വരക്കുന്നുണ്ടെന്ന് പറയുന്നു, പിന്നെ പൂളുണ്ടെന്ന് പറയുന്നു. ആൻഡ് ദ ബീച്ച് ഈസ് ജസ്റ്റ് നെക്സ്റ്റ് ടു ഇറ്റ്. ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ മുകളിലത്തെ നിലയിൽ എവിടെയാണ് ഞങ്ങൾക്ക് റൂം തരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് നെക്സ്റ്റ് ദ ബീച്ചാണ് ഈ ഒരു റിസോർട്ട്. ഐ മീൻ ഇതൊരു വലിയ ഒരു ഡെസ്റ്റിനേഷനൊന്നും അല്ല. ആ റേഞ്ചർ പറഞ്ഞ അനുസരിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു എന്താ പറയുക, സാധാരണ ആൾക്കാരങ്ങനെ വരാത്ത ഒരു പ്രൈവറ്റ് സ്പേസ് പോലത്തെ ഒരു വലിയ ക്രൗഡഡ് അല്ലാത്ത ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. പൂള് നല്ല അടിപൊളി പൂളാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഉണ്ടോ, ഈ സാധാരണ പൂളുകളിൽ കാണുന്ന പോലെ ഇത് പച്ച കളറിലെ ടൈലാണ് കണ്ടോ. ഇതേപോലത്തെ പച്ച കളറിലെ ടൈലാണ് ഞാൻ എൻ്റെ പുള്ളിയിലും യൂസ് ചെയ്യാൻ പോകുന്നത്. നല്ല തിര അടിക്കുന്നുണ്ട്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള കടലാണെന്നാണ് തോന്നുന്നത്. പറത്താനായിട്ട് ഡ്രോൺ എൻ്റെ ഇല്ല, കേസ് ഉണ്ടായിരുന്നു. ഞാനിത് മൊത്തത്തിൽ വിഷ്വലെടുത്ത് കാണിക്കുമായിരുന്നു ഇത് എങ്ങനെയാണോ ഉള്ളതെന്ന് വെച്ചുള്ളത്. ഡ്രോൺ റിപ്പയർ ചെയ്യണം ഇനി കൊളംബോയിൽ പോയിട്ട്. ഗൈസ്, ഇതാണ് നമ്മുടെ റൂം. ഇതിന് ഏകദേശം 7000 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. 25,000 ഇവിടുത്തെ കറൻസി. ഇവിടെ റൂമിൻ്റെ പുറത്തോട്ടിറങ്ങുമ്പോഴത്തേക്കിനും ഇത് കണ്ടോ, വി ഹാവ് എ പ്രൈവറ്റ് ബാൽക്കണി. അടിപൊളി. അങ്ങ് ദൂരെ നമുക്ക് കടൽ കാണാം, കടൽ ഇരമ്പുന്ന ശബ്ദം കേൾക്കാം. ഇവിടെ നിന്ന് ആക്ച്വലി ഒരു 100-150 മീറ്റർ ഉണ്ട് കടലിലേക്ക്. അതാണ് സംഭവം. ഉണ്ടോ, അപ്പുറത്തും ഇതേപോലെ തന്നെ റൂമുകൾ കുറച്ചുണ്ട്. എനിക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു കേട്ടോ, എനിക്ക് ഈ സ്പേസ് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി സ്പേസ്, നല്ല വലിയ റൂമാണ്. കൊള്ളാം അല്ലേ സൈർ ഭായ്? നല്ല റൂമാണ്. പിന്നെ ഇവിടെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിനും അടിപൊളിയാണല്ലോ. പക്ഷേ എൻ്റെ അമ്മോ, നല്ല കിഡിലും ബാത്റൂം. ഓ നൈസ്, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം. അടിപൊളിയാണല്ലോ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇത് ശരിക്കും ഒരു 4 സ്റ്റാർ കാറ്റഗറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഷവർ ഇവിടെ, ഇതൊക്കെ തുറന്നിട്ടിട്ട് മറ്റേ കടൽ കണ്ടുകൊണ്ട് വേണമെങ്കിൽ കുളിക്കാം. അത് കൊള്ളാം പരിപാടി, എനിക്ക് ഇഷ്ടപ്പെട്ടു. എവിടെ ഹോട്ടൽ ബുക്ക് ചെയ്താലും നിങ്ങളെ പെർഫെക്റ്റ് ആയിരിക്കും. ഫുഡ് മാത്രം നിങ്ങൾ പെടും, അത് ഞാൻ ബുക്ക് ചെയ്യണം. അതാണ് അല്ലേ, സത്യമല്ലേ? ശരിയാ. ഹോട്ടൽ നിങ്ങൾ ഏറ്റവും പെർഫെക്റ്റ് ബുക്ക് ചെയ്യുള്ളൂ, പക്ഷെ ഫുഡ് നിങ്ങൾ പെടും. പക്ഷെ നമ്മൾ ഫസ്റ്റ് ഡേ ഹോട്ടലിൽ പാളി. ഫസ്റ്റ് ഡേ നമ്മൾ താമസിച്ച ഹോട്ടലിൽ പാളി. ചില സമയത്ത് പാളല് വരും, ഓർമ്മയില്ലേ? പ്രൈവറ്റ് പൂളിലെല്ലാം ബുക്ക് ചെയ്തിട്ട് പോയിട്ട് നമുക്ക് താഴെ പോകാം. അവിടെയൊക്കെ കടലിൽ കുളിക്കാം, ബീച്ചിലും അവിടെയൊക്കെ കുളിച്ചിട്ട് വരാം. ഓ വാവ്, ഇത് കണ്ടോ നമുക്ക്. ഇതാണ് ഇതിനുള്ളിലാണ് നമ്മുടെ ആ റിസോർട്ട്. കണ്ടാൽ പറയോ, ഇതിനുള്ളിലാണ് നമ്മൾ താമസിക്കുന്ന ആ ഒരു റിസോർട്ട്. അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്കിനും ഇതാണ് ബീച്ച്. ഇത് ശരിക്കും ഒരു പ്യോർലി ഒരു അൺടച്ച്ഡ് എക്സ്പീരിയൻസ് ആണ് എന്ന് വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു. നോക്കി, അടിപൊളി മോനെ, ഇത് തകർത്തു. ഒരൊറ്റ മനുഷ്യനില്ലാത്ത ബീച്ച് നോക്കിയേ, പൊളി. കിടിലം ബീച്ച്, കിടിലം ബീച്ച്. അതായത് ഇവിടെ ഈ റിസോർട്ടിൽ നിന്ന് വരുന്ന ആളുകൾക്ക് മാത്രമാണ് ഇവിടേക്ക് എൻട്രൻസ് ഉള്ളത്. കാരണം എല്ലായിടത്തും റിസോർട്ടുകളാണ്, ആ റിസോർട്ടിൽ നിന്നുള്ളവർക്ക് മാത്രമാണ് എൻട്രൻസ് ഉള്ളത്. ഇത് ഭയങ്കര ഡീപ്പാണ് ഇവിടെ, കാരണം അത് കാണുമ്പോൾ അറിയാം. നല്ല ശക്തമായ തിര അടിക്കുന്നുണ്ട്, നല്ല ഡീപ്പായിട്ടുള്ള സ്ഥലമാണെന്ന് കണ്ടാൽ അറിയാം, അത് ഉറപ്പാണത്. അത് പൊളിച്ചേട്ടാ. അങ്ങനെ നമ്മൾ എവിടെ കിടന്നാണ്, നമ്മൾ 7000 അടി ഉയരത്തിൽ അവിടെ ആ ഒരു തണുത്ത് വിറച്ച് നിന്ന ആ സ്ഥലത്തുനിന്ന് വണ്ടി ഓടിച്ച് ഇറങ്ങി വന്ന് നമ്മളിവിടെ ബീച്ചിലെത്തി. ഇവിടെ അങ്ങ് ദൂരെ സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു, ദി ഗോൾഡൻ സൺസെറ്റ്. നല്ല പത പോലത്തെ വെള്ളം, എന്ത് നീറ്റാന്നറിയോ. അതായത് ഇവിടെ കണ്ടില്ലേ, ബീച്ചിൽ പശുക്കളില്ല, എന്നിട്ട് പട്ടികളൊക്കെ ഉണ്ട്. പശുക്കളില്ല, അലമ്പില്ല, ഒരു കുന്തവും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. ഇതല്ല അല്ലേ, ഇവിടെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഈ കാണുന്ന ഒരു സ്ട്രെച്ചിൽ കുറേ ചെറുതും വലുതുമായിട്ടുള്ള പല റിസോർട്ടുകളുണ്ട്. അപ്പോൾ ഇവിടെ ഫോറിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വരും,
ദിൽ സ്റ്റേ ഹിയർ ഫോർ 1 വീക്ക് ഫ്യൂ ഡേയ്സ്. പിന്നെ അവർ ഈ യെല്ല നാഷണൽ പാർക്കിലേക്ക് സഫാരി പോവും. അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ഒരു യൂഷ്വലി ചെയ്യുന്നത്. അതാണ് സംഭവങ്ങൾ. റിലാക്സ് ചെയ്യുക, മസാജ് ചെയ്യുക, സൺ ബാത്തിങ് ചെയ്യുക, അതൊക്കെയാണ് പരിപാടി. ദൈവമേ, ചൂട് വെള്ളം, ഇത് ചൂട് വെള്ളം ഈ പൂളിൽ. എൻ്റെ പൊന്ന്, സത്യം പറഞ്ഞുണ്ടല്ലോ, വണ്ടി ഓടിച്ച് കുറേ നേരം ഇങ്ങനെ ഓടിച്ച് വന്നിട്ട് പൂളിൽ ചാടി ഒന്ന് റിലാക്സ് ചെയ്യുമ്പോഴത്തേക്കിന് ഒരു പ്രത്യേക സുഖമാണ്. ഞങ്ങളങ്ങനെ ശരിക്കും പൂട്ടിക്കിടന്ന ഒരു റിസോർട്ട് തുറപ്പിച്ച് ഞങ്ങൾ അവിടെ റൂമെടുത്തു. ശരിക്കും ഉണ്ടല്ലോ, ഈ റിസോർട്ടുകളാണെങ്കിലും ഹോട്ടലുകളാണെങ്കിലും എന്ത് സംഭവങ്ങളാണെന്നുണ്ടെങ്കിലും ഇത് നമ്മൾ വൺസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വെറുതെ അടച്ചിട്ടാലും എക്സ്പെൻസാണ്. അതായത് ഇതിനൊരു ഓപ്പറേഷണൽ കോസ്റ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്. ഇത് വെറുതെ അടച്ചിട്ടാലും ഗസ്റ്റ് ആരും വന്നില്ലെന്നുണ്ടെങ്കിൽ പോലും ഇതിനകത്ത് ചീത്തയാവുന്ന ഒത്തിരി സംഭവങ്ങളുണ്ട്. നമ്മുടെ കോവിഡിൻ്റെ സമയത്തൊക്കെ ഹോട്ടലുകളും റിസോർട്ടുകളൊക്കെ കഷ്ടപ്പെട്ടത് ആ ഒരു കാര്യത്തിലാണ്. കാരണം അതിനകത്ത് ഒത്തിരി സംഭവങ്ങളുണ്ട്. കാരണം പൂപ്പൽ പിടിക്കും, പിന്നെ ഇതിനകത്ത് ബെഡ്ഷീറ്റും ടവൽസും അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ടല്ലോ. അത് എപ്പോഴും ഇങ്ങനെ ആൾക്കാരിങ്ങനെ വന്നു പോയി അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ നിന്നില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു വീട് അടച്ചിട്ട് കഴിഞ്ഞാൽ കുറേ നാൾ അടച്ചിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അതേപോലെ ഒത്തിരി പ്രശ്നങ്ങൾ ഈ ഒരു ഹോട്ടലുകളിലും റിസോർട്ടുകളിലും ഉണ്ട്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, ഇത് വൺസ് ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു പൂൾ ഒരു മാസം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ തന്നെ ഇതിനൊരു കോസ്റ്റാണ്, എക്സ്പെൻസാണ്. അപ്പോൾ അത് ആൾ വന്നാലും ആൾ വന്നില്ലെങ്കിലും ആ ഒരു പൂളിന് എക്സ്പെൻസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. പിന്നെ അവിടെ സ്റ്റാഫിന് സാലറി കൊടുക്കണം. ആൾ വന്നാലും ആൾ വന്നില്ലെങ്കിൽ സ്റ്റാഫിന് സാലറി കൊടുക്കണം. മിനിമം കറണ്ട് ചാർജ് അത് ബേസിക്കാണ്, അത് കൊടുത്തേ പറ്റുള്ളൂ, അത് എപ്പോഴും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മിനിമം ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എല്ലാത്തിനും ഉണ്ട്. ഞാനിപ്പം നമ്മുടെ ഒരു ഹോം സ്റ്റേ അവിടെ പണിയുന്നത്, ഹോം സ്റ്റേ അല്ല, സർവീസ് അപ്പാർട്ട്മെൻറ്റ് പോലെ പണിയുന്നത്, അതിൻ്റെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ കേസ് സ്റ്റഡി ആയിട്ട് ഞാനിങ്ങനെ പല സ്ഥലത്ത് പോകുമ്പോഴും ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴത്തേക്കിനും നമുക്കിത് വെറുതെ ഇട്ടാലും നമുക്ക് എക്സ്പെൻസീവാണ്. അപ്പം നമ്മൾ മാക്സിമം ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള പരിപാടികൾ ചെയ്യും എന്നുള്ളതാണ് അതിനകത്തെ ഒരു വസ്തുത. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു റേറ്റിൽ കുറച്ച് വിൽക്കാനും പറ്റില്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ ഏകദേശം 7500 രൂപയാണ് ഇവിടുത്തെ റൂമിൻ്റെ റേറ്റ് നമ്മൾ വാങ്ങിച്ചത്, അവർ നമ്മുടെ നിന്ന് വാങ്ങിച്ചിരിക്കുന്നത്. ഞാനത് എത്ര ബാർഗൈൻ ചെയ്താലും അയാൾ അതിലും കുറച്ച് തരില്ല. അയാൾക്കത് അയാളുടെ പ്രോപ്പർട്ടിക്കൊരു മിനിമം വാല്യൂ ഉണ്ട്. ആ ഒരു വാല്യൂവിൽ കുറച്ച് അവർ സെല്ല് ചെയ്യാൻ പോവില്ല. അപ്പോൾ ഞാനിത് 2000 രൂപയ്ക്ക് 3000 രൂപയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരില്ല. അതിലും ഭേദം അടച്ചിട്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തോളാം എന്ന് പറയും. സോ അങ്ങനെ അതിനകത്തൊരു കാര്യമാണ്. കാരണം ഓരോ പ്രോപ്പർട്ടിക്ക് ഒരു വാല്യൂ ഉണ്ട്. ആ ഒരു വാല്യൂ അവർക്ക് ചെയ്തുകൊണ്ട് പോകണം. അപ്പോൾ അതിനകത്ത് ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. ശരിക്കും ഈ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, അതിൽ പ്രവർത്തിക്കുന്നവർക്ക് അറിയാം അതിൻ്റെ ഒത്തിരി സംഭവങ്ങൾ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മേഖലയാണ് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി. സോ ഹോപ്പ്ഫുള്ളി ഐ വിഷ് ഐ ക്യാൻ ഡു സംതിങ് ബെറ്റർ. എന്തായാലും ഈ ഒരു ശ്രീലങ്കൻ എക്സ്പീരിയൻസ് സീരീസ് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ തന്നെ ഉണ്ടാവും. നമ്മുടെ ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഇനി അടുത്ത യാത്രകളൊക്കെ ഉള്ളൂ. പിന്നെ അതിനിടയ്ക്ക് നമ്മുടെ ഹോം സ്റ്റേ റെഡിയാക്കണം, സെറ്റാക്കണം. ഹോം സ്റ്റേ എല്ലാ പൂളും ഇല്ല, ബാലി സ്റ്റീൽ പൂളും ഇല്ല. അതിൻ്റെ വർക്ക് തീർക്കണം. അതൊക്കെ ഡിലേ ആണ്, ലാഗാണ്. വർക്കൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ തീരില്ല.